യെസ്, ഇന്നത്തെ നമ്മുടെ ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ നിന്ന് എത്തിയിട്ടുള്ള 384 മെമ്പേഴ്സിനൊപ്പമാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഹൈ എനർജിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ, ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡ് നടക്കണമെങ്കിൽ നമ്മുടെ എനർജി ഹൈ ആക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫ് നമുക്ക് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കി മാറ്റണം. നമുക്ക് കണ്ണീരും കരച്ചിലും വിഷമവും ഈ പരാതി പറച്ചിലും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി അങ്ങ് ആഘോഷമാക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടപ്പെട്ട് എന്താ പറയാ അത്രയും ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പോസിറ്റിവിറ്റിയുടെ ട്രാക്കിലേക്ക് വന്ന് അത്രയും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയപ്പോ എൻ്റെ ജീവിതത്തിന്റെ നിറം മാറി എന്ന് പറയണം. ഇപ്പൊ ഓരോ നിമിഷവും അലൈൻമെന്റിലാണ്. അലൈൻമെന്റ് എന്താണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ അലൈൻമെന്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അലൈൻമെന്റ്. ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. എന്ത് സാഹചര്യമാണെങ്കിലും നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ നഷ്ടപ്പെടുത്താത്ത അവസ്ഥ, എപ്പോഴും സന്തോഷമായിരിക്കുക. നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ആണ് ലൈഫിലെ എല്ലാ സക്സസും നമുക്ക് തരുന്നത്. ആ ഒരു ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിരിക്കുക. ടീച്ചറിനോടൊപ്പം ഇരിക്കുന്ന ഈ ഒരു മണിക്കൂർ നിങ്ങൾ നല്ല പുഞ്ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടാൻ കഴിയാതെ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് നമ്മള് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ലൈഫിൽ സക്സസ്ഫുൾ ആകണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലെ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം, പിന്നെ ആഗ്രഹിക്കുന്നതൊക്കെ നേടി എടുക്കണം. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ജീവിച്ചു, കുറെ നാള് പിന്നെ കഴിച്ചു കുടിച്ചു എൻജോയ് ചെയ്ത് ജീവിച്ചു അങ്ങ് പോയി, അതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് പർപ്പസ് ഉണ്ട്. നമ്മൾ വെറുതെ വന്നവരല്ല ഈ ഭൂമിയിലേക്ക്. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിത നിയോഗമുണ്ട്. ആ ജീവിത നിയോഗം എന്തെന്ന് നമ്മൾ കണ്ടെത്തണം. ആ ലൈഫ് പർപ്പസിൽ ജീവിക്കുമ്പോൾ ലൈഫ് എന്ത് രസമായി മാറുമെന്നറിയാം. പലർക്കും ഇപ്പൊ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓരോ ദിവസവും ഇങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷം കിട്ടാത്ത അവസ്ഥ, ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ, പല 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 പ്രശ്നങ്ങൾ. അപ്പോ നമ്മള് ആ പ്രശ്നങ്ങളിൽ പെട്ട് തന്നെ അതിന്റെ ചുഴിയിൽ തന്നെ പെട്ടിങ്ങനെ കിടന്ന നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അത് ആരോഗ്യത്തിലും റിലേഷൻഷിപ്പിലും കരിയറിലും മണിയിലും എല്ലാ ഏരിയാസിലും ഒത്തിരി ഇഷ്യൂസിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മാറുമ്പോൾ, നമ്മൾ പോസിറ്റീവായി മാറുമ്പോൾ, നമ്മൾ നല്ലതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിറം മാറും. സുരേഷ് ഗോപി പറയില്ല, ഒരൊറ്റ ചോദ്യം മതി ജീവിതത്തിന്റെ നിറം മാറാൻ എന്ന് പറഞ്ഞ പോലെ ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് എത്തിയാൽ മതി, നമ്മുടെ ജീവിതത്തിന്റെ നിറം മാറും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ്. അത്രയേറെ ഇഷ്യൂസിൽ നിന്നും ഇന്ന് ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ്, സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നിട്ട് ഈ നിമിഷം മുതൽ നമ്മൾ പറയില്ലേ പരമാനന്ദത്തിന്റെ പരകോടി എന്ന് പറയുന്നൊരവസ്ഥയില്ലേ, അത്ര സന്തോഷം, അത്ര സന്തോഷം. അപ്പോ ഇത് കേൾക്കുന്നവർ, എന്നെ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും ഇവർക്ക് എന്താ ഇത്ര സന്തോഷിക്കാൻ. സാഹചര്യങ്ങളൊന്നും ഓക്കെ ആയിട്ടല്ല. സാഹചര്യങ്ങളൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങളിലോട്ട് നോക്കി നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. സിറ്റുവേഷൻസ് ഒക്കെ എല്ലാവരുടെയും ലൈഫിൽ പല സാഹചര്യങ്ങളുണ്ട്. ആ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ECG പോലെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതല്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും സന്തോഷമായിരിക്കണം. അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അത് നേടാൻ പറ്റാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ള കുറേയധികം പോയിന്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ അത് പോയിന്റ് എഴുതിയെടുക്കുക, കൃത്യമായിട്ട് അത് ലൈഫിൽ പാലിക്കുക. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വരെ കണക്റ്റഡ് ആയിട്ടിരിക്കുക, ഫുള്ള് കേട്ടോണ്ടിരിക്കുക. പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് തന്നെ ഇരിക്കുക. ഇതില് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇല്ല. പലർക്കും തങ്ങൾക്ക് എന്താണ് വേണ്ടതിന് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം.
ഒരു ഐഡിയ ഇല്ല. സമ്പന്നനാകണം, എത്ര സ്വത്ത് വേണം, എത്ര സമ്പാദ്യം വേണം, അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല എനിക്ക്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആരാഗ്രഹിക്കാത്ത സമ്പന്നനാകണം, വലിയ വീട് വേണം, കാർ വേണം, സമ്പത്ത് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെ? എങ്ങനെ മുന്നോട്ട് പോകണം? ലൈഫിൽ മൊത്തം ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായ അവസ്ഥ, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. അപ്പൊ ഈ ലോകത്ത് 3% ആളുകൾ മാത്രമാണ് കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്യുന്നത്. അതില് 1% ആളുകളാണ് ആ റിട്ടൺ ഗോൾസ് എന്ന് പറയും, എഴുതി വയ്ക്കപ്പെടുന്ന ഗോൾസ് ഉള്ളത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കണം. വെറുതെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അങ്ങ് കടന്നു പോയാൽ പോരാ. ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നവരും സക്സസ്ഫുൾ ആകാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞു, ടീച്ചറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു ബ്യൂട്ടിഫുൾ സ്മൈലാണ്. നിങ്ങൾ നോക്കിയേ, ടീച്ചർ തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ ചിരി നിർത്തിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ടീച്ചറിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക. ചിരിക്കൂ ചിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കൂ. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ ചിരിക്കുന്തോറും നമ്മുടെ സന്തോഷം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും നിങ്ങൾ പറയാൻ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്, സന്തോഷം ഇങ്ങനെ ഓരോ നിമിഷം. പലരും പറഞ്ഞു, ടീച്ചറിന്റെ ആ ഒരു സൺഡേയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തൊന്നില്ലാത്തൊരു എനർജിയാണ് അല്ലെ. അപ്പൊ ടീച്ചറിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യട്ടെ. അപ്പോ നമ്മൾ കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്ത് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. പലരും ഗോളൊക്കെ സെറ്റ് ചെയ്ത് അടച്ച് പെട്ടിയിൽ വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. നമുക്ക് എവിടെ എത്തണം, ഒരു 6 മാസം കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം, 1 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം, അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം, ഇതെല്ലാം ഏത് ലെവലിലായിരിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഗോൾ ഉണ്ടായിരിക്കണം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യും. എന്നാൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവര് ഗോളും സെറ്റ് ചെയ്യത്തില്ല, ഇങ്ങനെ പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പഴയ ശീലങ്ങളാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നതെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇതില് കൃത്യമായിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളവര് ഇങ്ങനെ കാണിച്ചേ. എത്ര പേര് കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളവർ ഇങ്ങനെ കാണിച്ചേ? യെസ്, വെരി ഗുഡ്. ഇത്രയും പേര് കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഗോള് സെറ്റ് ചെയ്യാത്തവര് ഇങ്ങനെ കാണിച്ചേ? യെസ്. അപ്പോ ഗോള് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം തന്നെ കൃത്യമായിട്ട് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങുകയാണ്. നമുക്ക് ഡൽഹിയിലേക്കാണോ പോകേണ്ടത്, ബോംബെയിലേക്കാണോ പോകേണ്ടത്, ബാംഗ്ലൂരേക്കാണോ പോകേണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. നമ്മൾ ഇങ്ങനെ പലരും എങ്ങനെ ജീവിക്കുന്ന അറിയാവോ? രാവിലെ ആകുന്നു, ഇപ്പൊ ഒരു സ്ത്രീയുടെ കാര്യം, രാവിലെ ആകുന്നു, എഴുന്നേൽക്കുന്നു, നേരെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നു, ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു, പിന്നെ ജോലി ഉണ്ടെങ്കിൽ നേരെ ജോലിക്ക് പോകുന്നു, അവിടെ ചെന്നിരിക്കുന്നു, അവിടുത്തെ ജോലിയും കുറേയേറെ പരിവട്ടങ്ങളും പരാതികളും പരിഭവങ്ങളും കുറെ പ്രശ്നങ്ങളുമായിട്ട് അത് തിരിച്ച് വീട്ടിൽ വരുന്നു, ക്ഷീണിച്ച് തളർന്നൊടിഞ്ഞില്ലേ, നമ്മൾ വെട്ടിയിട്ട വാഴത്തട പോലെ അങ്ങ് കിടക്കും കുറെ നേരം. പിന്നെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യും. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള എന്താ പറയാ, അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ആയി. അതിനിടയിൽ കുറേയേറെ വീട്ടിലെ പ്രശ്നങ്ങള്, അടുത്ത ദിവസം ഇങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഒരു റാറ്റ് റേസിലുള്ള ഓട്ടമാണ് പലരുടെയും ജീവിതം. ഇങ്ങനെ റാറ്റ് റേസിൽ ഓടിക്കൊണ്ടിരുന്നാൽ ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനാണെന്നേ, എൻജോയ് ചെയ്യാനാ, ലൈഫിനെ ഒരു ആഘോഷമാക്കി തീർക്കാനാ നമ്മൾ എല്ലാരും വന്നിട്ടുള്ളത്. അല്ലാതെ സ്ട്രഗിൾ ചെയ്യാനല്ല, കഷ്ടപ്പെടാനല്ല, ബുദ്ധിമുട്ടാനല്ല. നമുക്ക് ആഘോഷമാക്കി തീർക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നമുക്ക് ആഘോഷമാക്കി തീർക്കണം. അപ്പൊ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം, അവര് ടീച്ചറിന്റെ കൂടെ ചേർന്ന് എത്രത്തോളം ഓരോരുത്തരും പറയില്ലേ, ടീച്ചറെ വീട് സ്വർഗമായി മാറി, ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും സന്തോഷമാണ്, ഞങ്ങള് അത്രയും ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നു. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ ടീച്ചർ ഓരോ ദിവസം ഓരോരോ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യിച്ച് വരുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഇങ്ങനെ കൂടി ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മളൊരു മെന്ററുടെ ഹെൽപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോ എന്റെ മെന്റർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നൊരു അപ്രീസിയേഷൻ ഇതാണ്. സുജയുടെ ആ ഓരോ വളർച്ച കാണുമ്പോൾ, ഞാൻ സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, പേരൻസിന് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ചില വീഡിയോസ് ഒക്കെ ഞാൻ ഷോർട്സ് ആക്കി കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം. അതുപോലെ എത്ര അസോസിയേഷൻസിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതുപോലെ ഇപ്പോ നമുക്ക് ഓൺലൈനിലാണെങ്കിലും സെലിബ്രിറ്റീസിന്, ബിസിനസ്സുകാർക്ക് സുജയുടെ ആ വളർച്ച കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് എന്റെ മെന്റർ പറയുന്നത്. എസ്പെഷ്യലി എന്റെ അഞ്ജന മാം കഴിഞ്ഞ ലൈവിൽ എന്നോട്, സുജ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു, എനിക്ക് സുജയുടെ വളർച്ച കാണുമ്പോൾ
അത്രയും എനിക്ക് അഭിമാനമാണെന്ന് പറയാറുണ്ട്. കാര്യം എന്തുകൊണ്ടാ? ടീച്ചർ കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യും. എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യങ്ങളെ കുറിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിലെത്താനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. നമ്മള് ബാഹ്യ സിറ്റുവേഷനിലേക്ക് നോക്കി നിന്നാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ എന്ത് പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ യെസ് എന്ന് ചാറ്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത്, ഈ ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം എന്ന് അത്രയും ബേണിംഗ് ഡിസയർ ഉള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം വേണം നമുക്ക് വിജയിക്കണമെന്ന്. ബേണിംഗ് ഡിസയർ വേണം. ബേണിംഗ് ഡിസയർ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റാതെ പോകുന്നത്. പലപ്പോഴും നമുക്ക് ആരെങ്കിലും ഇങ്ങനെ പുറമെ നിന്ന് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നമ്മളെ പുഷ് ചെയ്യേണ്ട അവസ്ഥ വരരുത്. സ്വന്തം ആയിട്ട് തോന്നണം, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പലരും ഉറങ്ങി കിടക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇതിനുമൊക്കെ എന്റെ എല്ലാ സർവ്വ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് മുന്നോട്ടേക്ക് പോണം എന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും ആണ് നമ്മുടെ ജീവിതത്തിൽ വിജയിയാക്കുന്നതും പരാജിതനാക്കുന്നതും. നമ്മൾ തീരുമാനിക്കുക എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഞാൻ ഇങ്ങനെ ആ റാറ്റ് റേസിലങ്ങ് പോയിക്കോളാം, അതേ ആകാൻ പറ്റൂ. അതല്ല, എനിക്ക് ലോകത്തെ ഇൻസ്പയർ ചെയ്യണം. നാളെ എന്നെ നോക്കി ലോകം പറയണം ഈ വ്യക്തിയാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുന്ന ലെവലിലേക്ക് എനിക്ക് ഉയരണം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങള് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ വലിയ പിന്നെ കട്ടൗട്ട് ഞങ്ങളുടെ ഇപ്പുറത്തെ ജംഗ്ഷനിൽ വലിയ ആകാശം മുട്ടോളം മുട്ടൻ കട്ടൗട്ട് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ എന്റെ മക്കൾ അമ്മ നോക്കമ്മ അതേ റൊണാൾഡോ മെസ്സി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ വിളിച്ചു കാണിക്കുക. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ പറഞ്ഞു നോക്കമ്മ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് റൊണാൾഡോയും മെസ്സിയൊക്കെ നോക്കിയോ, ഇതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ ജംഗ്ഷൻ കുരിശുമൂട്, അവിടെ നാളെ എന്റെ കട്ടൗട്ട് വരുന്ന ആ നിമിഷം ഞാൻ സ്വപ്നം കാണുകയാണെന്ന് പറഞ്ഞു. സി ദാറ്റ് ഈസ് ഡ്രീം. ബേണിംഗ് ഡിസയർ വേണം. ഈ നാടിന്റെ പ്രിയപുത്രിക്ക് ഈ നാട്ടിലേക്ക് സ്വാഗതം എന്ന് പറയാം. എന്റെ നാട്ടുകാർ എന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ആ നിമിഷത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്കറിയാം ടീച്ചർ എവിടെ നിന്ന് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇനി കട്ടിലിൽ നിന്ന് ജീവിതത്തിൽ എഴുന്നേക്കില്ല എന്ന് കരുതി അത്രയും തളർന്നു കിടന്ന ഒരു വ്യക്തിയായിരുന്നു. ക്യാൻസൽ അവിടെ നിന്ന് ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഓരോ മാസം കഴിയുന്തോറും അത്രയും സക്സസിന് വേണ്ടി സക്സസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റിങ്ങും അത് കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇതൊന്നും അല്ല നമ്മുടെ പൊട്ടൻഷ്യൽ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാകണം, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഓക്കെ. പിന്നെ ഇന്ന് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് കുറെ പേർക്ക് അവരുടെ സമയം സൂട്ടബിൾ ആകുന്നില്ല എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു. 9 PM 1 PM ആ സമയം സൂട്ടബിൾ അല്ല, എസ്പെഷ്യലി UK-ലും US-ലും ഒക്കെ ഉള്ളവർക്ക്, നമ്മുടെ ടൈം സോണിന് പുറത്തുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ടീച്ചറിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തായിരുന്നോ? www.sujaarmohan.com. ചെക്ക് ചെയ്യാത്തിരുന്ന് കയറി ചെക്ക് ചെയ്യട്ടോ. അപ്പൊ പിന്നെ റെക്കോർഡഡ് ക്ലാസ്, സിൽവർ മെമ്പർഷിപ്പ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഡെയിലി അത് പർച്ചേസ് ചെയ്ത് അവരുടെ സമയത്തിനനുസരിച്ച് അത് കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നിങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊക്കെ എന്താ പറയാ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ ഡെയിലി, അതായത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ ഒന്നാമത് പറഞ്ഞു എന്തായിരുന്നു, കൃത്യമായിട്ട് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഒരാൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് ബിലീഫ്. ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകൾ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് അവനവനിൽ തന്നെ യാതൊരു വിശ്വാസവും ഇല്ല. എനിക്ക് അത്ര കഴിവില്ല, എന്നെ കൊണ്ട് പറ്റുമോ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന കുറേ അധികം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. യൂണിവേഴ്സൽ വിശ്വാസം ഇതൊക്കെ ഉള്ളതാണ്, വല്ലതും നടക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ടീച്ചറിന്റെ ആ ഒരു സ്റ്റോറി നിങ്ങളൊന്ന് എടുത്തു നോക്കി. ആ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ആ ഒരു കുഞ്ഞു സാലറിയിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു സക്സസിലേക്ക്, ആ സ്വപ്നങ്ങളുടെ പവർ അല്ലേ. ഞാൻ എന്തുകൊണ്ട് എന്റെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഞാനത് ചെയ്ത് കാണിച്ചിട്ടല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ. ഞാനത് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ച് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ധരിക്കും നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക എന്ന് നിങ്ങൾ ചോദിക്കില്ല. അപ്പോ ആ ഒരു അത്രയും വലിയൊരു സ്വപ്നം ഇനി മുമ്പോട്ടേക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പോലും തോൽക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. എന്റെ സാഹചര്യങ്ങളോട് ഞാൻ പൊരുതി. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ കിടക്കാൻ, ഞാൻ ഇങ്ങനെ തളർന്നു കിടക്കേണ്ട ഒരു വ്യക്തിയല്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ നീ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ സഹായിക്കേ, എന്നെ കൊണ്ട് എന്ത് ഈ ലോകത്തിന് നന്മ ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യും.
ദൈവത്തിന് കൊടുത്തൊരു വാക്കാണ്. അപ്പൊ ആ ഒരു നിമിഷം മുതൽ ഈ നിമിഷം വരെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്റെ ലാസ്റ്റ് ബ്രത്ത് വരെ എനിക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റും അത്രയും നന്മ. നമുക്കറിയാം ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് തുടങ്ങിയത്. അതുപോലെ എബ്രാഹിമിക്സിന്റെ വീഡിയോസ്, ഒരുപാട് വീഡിയോസ് ടീച്ചർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ അത് കയറി ചെക്ക് ചെയ്യുക, അതൊക്കെ കേൾക്കുക. അതൊക്കെ നിങ്ങളുടെ വൈബ് ഉയർത്താനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന വീഡിയോസ് ആയിട്ട് എഴുതി വെച്ചു. എബ്രാഹിമിക്സിന്റെ വീഡിയോസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. UK-യിലുള്ള പല സ്റ്റുഡൻസും ചോദിക്കും, ടീച്ചർ എബ്രാഹിമിന്റെ വീഡിയോ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു, ടീച്ചർ അത് എങ്ങനെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് ആശയങ്ങൾ മനസ്സിലാവും. അതൊക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്ത് അതുപോലെ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അതായത് നമ്മള് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റില്ല. നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും നടക്കാതെ പോകും. ചില ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? ചിലർക്ക് ഫിയർ ഓഫ് ഫെയിലിയർ, അയ്യോ ഞാൻ തോറ്റു അല്ലെങ്കിൽ ഞാൻ വിജയിച്ചില്ലെങ്കിലോ എന്നുള്ള ഫിയർ ഓഫ് ഫെയിലിയർ. ചിലർക്ക് ഫിയർ ഓഫ് സക്സസ് ആണ്. ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ ആ വ്യക്തിയുടെ വളർച്ചയെ തടയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന ലിമിറ്റിംഗ് ബിലീഫിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മളെ തടയുന്ന പല കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തിനോടും പറയും, ഇല്ല ഞാൻ എന്ത് വന്നാലും എന്റെ ജീവിതത്തിൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എനിക്കറിയാം പലരും പല മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. പലരും ആത്മഹത്യയുടെ വക്കിൽ പോയി നിന്നിട്ട് പറയും, ടീച്ചറെ അവസാനം ടീച്ചറിന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് ഒരു 1-to-1 സെഷൻ എടുത്തിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാന്നുള്ള എന്റെ ഒരു അവസാന പിടിവില്ല. സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ട് ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവര് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കും, തമ്പുരാനെ ഇത്രയും നല്ലൊരു ജീവിതമാണോ ഞാൻ നശിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്ത് അതായത് അവർക്ക് ആ സമയം നെഗറ്റീവ് കയറിയിട്ട് ആ പോസിറ്റീവിനെ കാണാൻ കഴിയാത്തൊരവസ്ഥ. അവിടെയാണ് ടീച്ചർ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും മനോഹരമായ ഒരു ജീവിതം അതെന്റെ തെറ്റായ ചിന്തകൾ കൊണ്ട് ഞാൻ നശിപ്പിച്ചതാണല്ലോ. അതേ ചിന്തകളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കി കഴിയുമ്പോൾ അവര് പുതിയ പ്രതീക്ഷയുമായിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതിനുശേഷം പിന്നെ പിടിച്ച് എന്താ പറയുക, നമ്മള് പറയില്ലേ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ അവര് സക്സസ്ഫുൾ ആകുന്നത് ഞാൻ എന്റെ കൺമുന്നിൽ കാണുക. എത്രയോ പേർക്ക് ഇതുവരെ ഒരു 10,000-കണക്കിന് ആൾക്കാരുടെ ലൈഫ് അതുപോലെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസിന് അവർക്ക് സിനിമയിൽ അവസരമില്ലാതിരുന്നിട്ട്, അതായത് മൈൻഡ് പവർ ഉപയോഗിച്ച് എങ്ങനെ അവർക്ക് അവസരങ്ങൾ നേടാം. അതിന്റെ പല സെലിബ്രിറ്റി സ്റ്റുഡൻസ് ഇന്ന് സിനിമയിലൊക്കെ വളരെ സൂപ്പർ സ്റ്റാറുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വിളിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴൊക്കെ തമ്പുരാന് ഞാൻ നന്ദി പറയാണ്, ദൈവത്തിന് നന്ദി പറയാണ്. കാരണം എവിടെ കിടന്നിരുന്ന എന്റെ ദൈവം എവിടം വരെ എത്തിച്ചു. അതുപോലെ ബിസിനസ്സുകാർ അവരുടെ ബിസിനസ് നശിച്ച് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇല്ല, എല്ലാം വെച്ച് പൂട്ടാമെന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് എത്ര പടുകുഴിയിലാണെങ്കിലും കയറി വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഡൗട്ട് വരാൻ പാടില്ല. ഈ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ്. എന്താണ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാവോ? സ്വപ്ന സാക്ഷാത്കാരം എന്ന് മലയാളത്തിൽ പറയും. അതായത് നമ്മൾ സംശയിക്കരുത് ഇതൊക്കെ നടക്കും, ഇതൊക്കെ ഉള്ളതാണോ. പലരും പറയും, ടീച്ചർ ഞങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരുന്ന സമയത്ത് ഒക്കെ ടീച്ചറിന്റെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് സക്സസ് സ്റ്റോറീസ് കിടപ്പുണ്ട്, അതെടുത്ത് വെച്ച് ഞങ്ങൾ കാണുന്നതിന് പറയുന്നതായിട്ട് കണ്ട് അവർക്കൊക്കെ അത് പറ്റിയെങ്കിൽ ഞങ്ങൾക്കും അത് പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് വരും. പിന്നെ ചിലർ വന്നിട്ട് പറയും, ടീച്ചറിന്റെ സ്റ്റുഡൻസ് ഒക്കെ പറയാറുണ്ട് ഞങ്ങൾ ഫുൾ ടൈം ഹാപ്പിനെസ് ഇല്ല, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യെന്ന് അവർ പറയാറുണ്ട്. ഞങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്തണം എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും എത്താൻ പറ്റും. ആ ലെവലിലേക്ക്, അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. ഇനി നിങ്ങളുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് നിർത്തുക. നമ്മുടെ ലക്ഷ്യത്തിനെതിരെ നിൽക്കുന്ന നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ എല്ലാം നിർത്തുക. നിങ്ങളോട് തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പാടാ, ഈ ജീവിതം വളരെ ദുസ്സഹമാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ആരെ വെയിറ്റ് ചെയ്താ ഇരിക്കുന്ന ഭൂമിയിൽ? ഏതോ ആരെങ്കിലും വന്ന് എന്നെ ഇങ്ങനെ പിന്നെ കൈപിടിച്ചുയർത്തി എങ്ങനെ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ നമ്മൾ സ്വയം നമ്മൾ എഴുന്നേക്കണം. ഇപ്പൊ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരെ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് പോകണം, എനിക്ക് നേടണം. എനിക്ക് ഒരുപാട് പേരെ എന്റെ ലൈഫ് കൊണ്ട് എനിക്ക് ഇൻസ്പയർ ചെയ്തിട്ട് അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ ഡ്രീം ആയിരുന്നു എന്റെ ലൈഫിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ നോക്ക്, എനിക്കത് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാൻ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതാണ് ഞാൻ നേടിയത്. അതുപോലെ എല്ലാവർക്കും അതുപോലെ ആയി തീരാൻ പറ്റും. ആർക്കും പ്രത്യേകിച്ച് കഴിവ് കൂടുതലും കഴിവ് കുറവും ഒന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ലൈഫ് പർപ്പസ് ആയിരിക്കും. ഇത് ടീച്ചറിന്റെ ലൈഫ് പർപ്പസ് ആയതുകൊണ്ട് ടീച്ചറിന് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓരോരുത്തരും കണ്ടെത്തുക, അവരവരുടെ ലൈഫ് പർപ്പസ് കണ്ടെത്തി കൃത്യമായിട്ട് അതിനനുസരിച്ച് ജീവിക്കുക. പിന്നെ മറ്റ് ഗോൾ നേടാൻ പറ്റാത്തതിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അലൈൻമെന്റ് ആണ്. ഇത് 5-മത്തെ റീസൺ ആണ്.
ലാക്ക് ഓഫ് അലൈൻമെന്റ്. നമ്മൾ അലൈൻമെന്റിൽ അല്ല എങ്കിൽ, അഞ്ചാമത്തെ അല്ല മൂന്നാമത്തെ അല്ലെ, ലാക്ക് ഓഫ് അലൈൻമെന്റ്. അപ്പൊ ലാക്ക് ഓഫ് അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ലക്ഷ്യങ്ങൾ ഒരു വ്യക്തിയുടെ വാല്യൂസുമായിട്ട്, പാഷനുമായിട്ട് അല്ലെങ്കിൽ പർപ്പസുമായിട്ട് അലൈൻഡ് അല്ല എങ്കിൽ അത് നേടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരാള് ലൈഫ് കോച്ച് ആയി, അവര് ലൈഫ് കോച്ച് ആയതുകൊണ്ട് ഞാനും ലൈഫ് കോച്ച് ആകാം എന്ന് വിചാരിച്ചിറങ്ങിയാൽ അത് നമ്മുടെ ലൈഫ് പർപ്പസുമായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോ when goals are not in sync with who you are, it can be difficult to stay motivated and committed. അപ്പൊ നമുക്ക് ആ ഗോള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ പർപ്പസുമായിട്ട് അലൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മോട്ടിവേറ്റ് ആയിട്ടിരിക്കാനും കമ്മിറ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ നമ്മള് നമ്മുടെ വൈബ്രേഷണൽ തലം, ഇപ്പോ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേര് പറഞ്ഞ ടീച്ചർ അടുത്ത ലെവലിൽ പഠിക്കണം, ഇപ്പൊ ഇത് ബേസ് ആണ്, കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കണം. അങ്ങനെയാണ് ടീച്ചർ ഗോൾഡ് മെമ്പർഷിപ്പ് ഡിസൈൻ ചെയ്ത് പലരും ചോദിച്ചു എന്താണ് ഗോൾഡ് മെമ്പർഷിപ്പ്. നമ്മുടെ ബേസിക് അതായത് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസിന്റെ അഡ്വാൻസ് ലെവലാണ് ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമുക്ക് പലപ്പോഴും ഗോൾ നേടാൻ പറ്റും നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ലോ ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രീക്വൻസി തലം ഉയർത്തി നിങ്ങൾ ആ ലക്ഷ്യത്തിന്റെ തലത്തിലേക്ക് എത്തിക്കാനുള്ള അടിപൊളി ക്ലാസ് ആണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് 21 ഡേയ്സ് ക്ലാസ് ആയിരിക്കും. ഡയറക്റ്റ് ഓൺലൈനിൽ വന്ന് 21 ഡേയ്സ് 7 മണി മുതൽ 8 മണി വരെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിക്കൊള്ളുക. ഓക്കെ, അപ്പം ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ നേടാൻ പറ്റാത്ത അടുത്ത റീസൺ എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആക്ഷൻ ആണ്. ഇൻകൺസിസ്റ്റന്റ് ആക്ഷൻ, അതായത് ലക്ഷ്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എഫേർട്ടും ആക്ഷനും വേണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗോൾ നേടാൻ പറ്റുക? നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നേടണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ആക്ഷൻ. ചിലരുണ്ട് ക്ലാസ്സുകളിൽ പോയി ജോയിൻ ചെയ്യും, കുറച്ച് ദിവസം ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യും, പിന്നെ ഇല്ല ചങ്കരൻ തെങ്ങമേ തന്നെ എന്ന് പറഞ്ഞ പോലെ പ്രാക്ടീസ് മുടക്കും, പിന്നെയും കുറെ ദിവസം അങ്ങനെ പോകും, പിന്നെയും വരും പ്രാക്ടീസ് ചെയ്യും, പിന്നെയും പോകും. ഇങ്ങനെയുള്ളവരും ECG പോലെ പോകും ലൈഫ്. കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ല. ഇതാണ് മെയിൻ ആയിട്ട് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ലാക്ക് ഓഫ് എന്താ പറയാ ക്ലാരിറ്റി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഗോൾ നേടാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണങ്ങൾ. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ലൈഫിൽ വിജയിക്കാൻ പറ്റൂ. മറ്റുള്ളവർ നേടുന്ന കണ്ടിട്ട് അമ്മോ അവരെന്തോ ഒരു സക്സസ് ആണ് നേടുന്നു, അവര് മാസം എത്ര രൂപയെ സമ്പാദിക്കുന്നു, അവരെങ്ങനെ ഇതൊക്കെ നേടുന്നു, അവർക്ക് എന്തോ ഭയങ്കര ഭാഗ്യമാണ്. ആക്ച്വലി ലക്കാണോ അത്? അല്ല. ഈ ലക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ആരും ഭാഗ്യവാനായിട്ടും ഭാഗ്യദോഷിയായിട്ടും ഒന്നും ജനിക്കുന്നില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ആ വ്യക്തി അത്രത്തോളം അവരുടെ മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് വൈ ദേ ആർ എക്സ്പീരിയൻസിങ് ഇൻ ദ ഔട്ടർ വേൾഡ്. ഉള്ളിൽ അത് സൃഷ്ടിച്ചു, ബാഹ്യലോകത്ത് അവരെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ബാഹ്യലോകത്ത് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഉള്ളിൽ അത് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇപ്പൊ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സെറ്റ് ബാക്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയി പോകും. ഓക്കെ, പക്ഷെ വീണ്ടും അലൈൻമെന്റിലേക്ക് തിരിച്ച് കയറി നമ്മൾ പ്രാക്ടീസുകളൊക്കെ തുടർന്ന് സന്തോഷമായിട്ടിരിക്കണം. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇനി എത്ര ശ്രമിച്ചാലും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരിക്കലും ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങളൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. അവിടെ ഒരുപാട് പേര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പം പലരും നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ലടാ, നീ വിജയിക്കില്ല, ബാക്കിയുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുമായിരുന്നു. അനാവശ്യങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു. ആ പയ്യന് സെക്ഷൽ അബ്യൂസ് പോലും ഫാമിലി എന്നല്ല പുറത്തുനിന്നൊക്കെ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ആ പയ്യന് വിജയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർ 1 to 1 വന്നിട്ട് പറഞ്ഞു എന്താണ്. അപ്പൊ സംസാരിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവരുടെ പ്രശ്നം എവിടെയാണ്. ചൈൽഡ്ഹുഡിനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ചൈൽഡ്ഹുഡ് ട്രോമയാണ്. ഇന്നർ ചൈൽഡിന് ഹീലിംഗ് വേണം. ഇന്നർ ചൈൽഡ് വളരെയധികം, അതായത് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നേടണമെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ശക്തമായിട്ട് ആരോ നമ്മളെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന പോലെ, ഒരു തരത്തിലും മുമ്പോട്ട് പോയി രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു സ്റ്റക്നെസ് വരുന്നുണ്ടോ? ഉള്ളവർ എസ് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് അത്രയും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടോ? ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? മെന്റൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? സ്നേഹം കിട്ടാതെ വളർന്നിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് പേരൻസിൽ നിന്ന് ശരിയായ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടികളാണോ നിങ്ങൾ? അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും കൂടെ നിർത്തി വളർത്താതെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം നിന്ന് വളർന്നവരാണോ? അപ്പോ ആ ഒരു ചെറുപ്പകാലത്തിൽ ഏറ്റ വേദനകൾ ഇന്നും നിങ്ങളുടെ ഉള്ളില് വേദനയായിട്ട് കിടപ്പുണ്ട്. അതാണ് ഇന്നർ ചൈൽഡ് വൂണ്ടുകൾ എന്ന് പറയുന്നത്.
ആ വൂണ്ടുകൾ ഹീൽ ചെയ്യാതെ നമ്മൾ ഇനി എത്ര ശരിക്കും പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് വൂണ്ടിന്റെ ഒരു എന്താ പറയാ ഒരു കൂമ്പാരമായിരുന്നു എന്റെ ലൈഫ്. അത്രയ്ക്ക് ഇന്നർ ചൈൽഡ് വൂണ്ടുകൾ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് ട്രോമാസ് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ ലൈഫ് 360 മാറി. ഹെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും മണി ആണെങ്കിലും എല്ലാ രീതിയിലും അതിനുശേഷം എനിക്കൊരു പുതു ജീവിതം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ചെറുപ്പത്തിൽ ആ കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ ഇനി എത്ര കട്ടത്തറയിൽ കിടന്ന് നമ്മൾ പറയില്ലേ കട്ടത്തറയിൽ മുക്കളയിടുക എന്ന് എത്ര ചെയ്താലും നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഇഷ്യൂസ് എവിടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളവർ അവർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ആ ഹീലിംഗ് എടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചെറുപ്പത്തിൽ ഉണ്ടായ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായി. അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. അങ്ങനെ ഉണ്ടായി. പക്ഷെ ആ ഒരു ഇന്നർ ചൈൽഡ് ഇപ്പോഴും മുറിവേറ്റ ആ ആന്തരിക ശിശു സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. അപ്പൊ ആ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാതെ നമുക്ക് ആ ഒരു മുമ്പോട്ടുള്ള ഒരു വളർച്ച പറ്റില്ല. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അമ്മ ചിലപ്പോൾ നിങ്ങൾ ധരിക്കും എനിക്ക് ചെറുപ്പമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചിലപ്പോൾ ഒരു ഈർക്കിലെടുത്ത് തല്ലിയതായിരിക്കാം. ആരും വിചാരിക്കരുത് എന്റെ ഉള്ളിൽ ഇന്നർ ചൈൽഡ് ഇല്ല. എല്ലാവരുടെ ഉള്ളിലും ഇന്നർ ചൈൽഡ് ഉണ്ട്. ചിലപ്പോൾ അമ്മ ഒരു ഈർക്കിലെടുത്ത് തല്ലിയതായിരിക്കാം. ഇപ്പോഴത്തെ 40-40 വയസ്സായ നമുക്കതൊരു വലിയ ഫീലിംഗ് ആയിരിക്കില്ല. പക്ഷെ അന്നത്തെ ആ ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് ഉണ്ടാവും. അതും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടായിട്ട് മനസ്സിൽ കിടക്കുക. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ആന്തരിക ശിശു കിടപ്പുണ്ട്, ഇന്നർ ചൈൽഡ് കിടപ്പുണ്ട്. കൃത്യമായിട്ട് ഇന്നർ ചൈൽഡിനെ കണ്ടെത്തി നമ്മൾ ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് വളരെ പാടായിരിക്കും. ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വരും. അപ്പോ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ചിലരുടെ പ്രശ്നമാണ് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ. ഗോളൊക്കെ നേടണം, വർക്ക് ചെയ്യാം, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, നീട്ടി 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 പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ചിലരുടെ പ്രശ്നം പെർഫെക്ഷനിസം ആണ്. എത്ര ചെയ്താലും അങ്ങോട്ട് പെർഫെക്റ്റ് ആവില്ല. ആ ഒരു പെർഫെക്ഷനിസം വലിയൊരു പ്രശ്നമാണ്. ഓക്കെ. അതുപോലെ തന്നെ എൻഗേജിങ് ഇൻ നെഗറ്റീവ് ഹാബിറ്റ്സ്. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഒക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു സമയമാണ്. പല സ്ത്രീകളും 1-to-1 സെഷനിൽ വന്നിട്ട് എന്നോട് വളരെ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്, ടീച്ചർ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് പറ്റി. പക്ഷെ പലർക്കും അതിനകത്ത് ഗിൽറ്റ് ഫീലിംഗ് പോലും ഇല്ല എന്നുള്ളതാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ അതൊക്കെ അവരുടെ ഒരു ഹാബിറ്റ് ആയി പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ പോകുന്നവർക്ക് അവർക്ക് അന്നേരം കിട്ടുന്ന പ്ലഷറിലാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ അതെല്ലാം ഗിൽറ്റ് ആയിട്ട് കിടക്കും. ഒരു സമയത്ത് ഇതെല്ലാം കൂടെ ട്രിഗർ ചെയ്ത് വന്നാൽ നമ്മൾ അപ്പൊ ആ സമയത്ത് ഭയങ്കര ലോ ഫ്രീക്വൻസിയിലാണ്, മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യണേ. നമുക്ക് ഒരിക്കലും അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ഹൈ എനർജിയിൽ നിൽക്കാനും, നമ്മൾ എത്ര കള്ളത്തരം കാണിച്ചാലും പുറമേ ഉള്ളവരെ പറ്റിക്കാം, പക്ഷെ അവനവന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്ത് ഷോ ഓഫ് കാണിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഉള്ളുകൊണ്ട് എന്താണ് ടീച്ചർ എപ്പോഴും പറയും, ഉള്ളും നമ്മുടെ പുറവും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ എന്താണോ ഉള്ളില്, ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് ലൈഫിൽ ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യുന്ന കാര്യം ഞാൻ പ്രീച്ച് ചെയ്യുന്ന ഒരു വ്യക്തി. എന്റെ ലൈഫിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ അത്രയും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമ്മൾ അത്രയും ഹാപ്പിനെസ്സിൽ നിന്നെങ്കിൽ മാത്രമേ, ഹൈ എനർജിയിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പേഷ്യൻസ് ആണ്. തീരെ ക്ഷമയില്ല. എന്തെങ്കിലും ഒരു പ്രാക്ടീസ് കുറച്ച് ദിവസം ചെയ്തിട്ട് പറയും, ഓ ഇതൊന്നും നടക്കുന്നില്ല, കളഞ്ഞിട്ടങ്ങ് പോകും. മാനിഫെസ്റ്റേഷന് സമയമെടുക്കും. ഒരു മണ്ണ് മാന്തി അതിനകത്ത് ഒരു വിത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഇന്ന് ആ വിത്ത് വെച്ചാൽ നാളെ അത് വടവൃക്ഷമായി മാറില്ല. ഇറ്റ് ടേക്സ് ടൈം. ചിലർക്ക് അതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല. നോക്ക് മറ്റുള്ളവരെല്ലാം നേടുന്നു, എനിക്കത് നേടാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ മാനിഫെസ്റ്റേഷനെ തടയുന്ന കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യണം ക്ഷമയോടെ. ചിലർക്കാണെങ്കിൽ ആ ഒരു മാസം ഞാൻ അറ്റൻഡ് ചെയ്ത് എന്റെ ലൈഫ് കൺസിസ്റ്റൻസിയോട് പ്രാക്ടീസ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ക്ഷമയോട് ആര് പ്രാക്ടീസ് ചെയ്യും റിസൾട്ട് കിട്ടും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ റിസൾട്ട് 100% കിട്ടുക. അതായത് എനിക്ക് യാതൊരു സംശയമില്ല. കാര്യം ഈ 2 വർഷമായിട്ട് സുജ ആർ മോഹൻ എന്ന് പറയുന്ന പേഴ്സണൽ ബ്രാൻഡ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നത് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒറ്റ കാര്യത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ ഞാനത് ചെയ്ത് കാണിച്ചു. ഇത്രയും പേർക്ക് ഞാൻ റിസൾട്ട് കൊടുത്തിട്ട് എനിക്ക് ആരും വന്ന് ചോദിച്ചാൽ എനിക്ക് എന്താ റിസൾട്ട് കിട്ടാതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഈ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടണമെന്ന് ചിന്തിക്കുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. ചിലരുണ്ട് 2 മിനിറ്റ്സ് മാഗി എന്ന് പറയുന്നവർ അവർക്ക് ഇൻസ്റ്റന്റ് അപ്പം പ്രാക്ടീസ് ചെയ്ത് അപ്പം റിസൾട്ട് കിട്ടണം. അങ്ങനെയുള്ളവര്
നമ്മൾ മാനിഫെസ്റ്റേഷന് കുറച്ച് സമയം എടുക്കും. കാര്യം നമ്മുടെ ഫ്രീക്വൻസി അതുമായിട്ട് അലൈൻഡ് ആവണ്ടേ. അപ്പം ആ ഒരു അലൈൻമെന്റിന് വേണ്ടിയുള്ള സമയമാണ്. ക്ഷമയോടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലർ ഭയങ്കരമായിട്ട് ഡിസ്കറേജ്ഡ് ആയിട്ട് പറയോ, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വിട്ട് ഞാൻ പോവാണ്, ഇതൊക്കെ ചുമ്മാതെയാ, ആൾക്കാരെ പറ്റിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞു വിട്ടുപോയാൽ നഷ്ടം നമുക്കേ ഉള്ളൂ. അത്രയും ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി എന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. ഒരു മാറ്റത്തിന് അവർ തയ്യാറാവത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയല്ലേ, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറഞ്ഞാൽ, ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ്, ഞാൻ മിസസ് പെർഫെക്റ്റ്, എനിക്കിനി ഒരു മാറ്റം വേണ്ട, ഞാൻ എന്നെ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള വേറെ ആരുമില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ചില ആൾക്കാർ. നമ്മള് ആ ഒരു മാറ്റത്തിന് തയ്യാറാകണം. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ട് സോണിനകത്ത് ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. കംഫർട്ട് സോൺ ഇസ് എ കില്ലിംഗ് സോൺ എന്നാ പറയുന്നത്. ആ കംഫർട്ട് സോൺ വലിച്ചു പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുക. അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാനായിട്ട് എന്റെ കംഫർട്ട് സോൺ വലിച്ചു പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ദൈവമായിട്ട് ഒരൊറ്റ കുത്തിട്ട് പൊട്ടി, നിലയില്ല കയത്തിലായി, മുമ്പോട്ടില്ല. ഇനി എന്ത് ചെയ്യും? ആകെ എന്തെങ്കിലും ചെയ്ത് കയറി വന്നേ പറ്റൂ. അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ ദൈവം അത്രയും മാറ്റിയെങ്കിൽ മാത്രമേ എന്നെ ഇതിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന് അറിയാം. വേറൊരു ഓപ്ഷൻ ഇല്ല. അതിനുവേണ്ടി വർക്ക് ചെയ്തു, അങ്ങനെ കയറി വന്നു. അപ്പൊ അതുകൊണ്ട് ഈ ദൈവം കുത്തി പൊട്ടിക്കാനായിട്ട് ഇരിക്കരുത് ആ കംഫർട്ട് സോണിൽ. നിങ്ങൾ തന്നെ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങണം. ഇപ്പൊ ഇരിക്കുന്ന ഒരു സുഖകരമായ അവസ്ഥയുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അതല്ല, അതിനപ്പുറത്തേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. നമ്മള് ആ ഒരു ചങ്ങല പൊട്ടിച്ച് കളഞ്ഞിട്ട് എനിക്ക് വിജയിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, പുതിയ ബിസിനസ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള സാലറിയിൽ കുറെ കൂടെ ഉയർന്ന ലെവലിലേക്ക് വരണോ, അതിനു വേണ്ടിയൊക്കെ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. ഒരു 50 വർഷം കഴിഞ്ഞിട്ടൊക്കെ മതിയോ നമ്മൾ സക്സസ്? നമ്മള് ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല. ആ ഒരു സമയത്തൊക്കെയാണോ നമുക്ക് സക്സസ് വേണ്ടത്? അല്ല, എൻഡ് ഓഫ് ദ ലൈഫ് അല്ല. നമുക്ക് ഇപ്പോ ഈ നിമിഷം മുതൽ നമുക്ക് ആ ഫിനാൻഷ്യൽ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയണം, അല്ലെ? ഒരു കാര്യത്തിന് മക്കളെ ഇപ്പൊ ഇല്ല, പിന്നെ മേടിച്ചു തരാന്ന് പറയണ്ട. അതിനുവേണ്ടി നമ്മള് വർക്ക് ചെയ്യണം. ദിവസങ്ങൾ ഇങ്ങനെ നീട്ടിവെച്ച് നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ മാറാൻ തയ്യാറാകണം. നമ്മള് മാറാൻ തയ്യാറായില്ലെങ്കിൽ ആർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല. അപ്പോ നമ്മൾ പിന്നെ ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ഗോൾസ്. ഇതാണ് 10ാമത്തെ കാരണം, നോട്ട് സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾ. ചിലർക്ക് ഒരു എന്താ പറയാ, റിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കും. അതായത് ഭയങ്കര ഓവർലി അംബീഷ്യസ് ആയിപ്പോ, നമുക്ക് ഒട്ടും നേടാൻ പറ്റാത്തതൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ പിന്നീട് അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. നമ്മളെ കൊണ്ട് നമ്മൾ പറയില്ല, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു വലിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് അങ്ങോട്ട് വിശ്വസിക്കത്തില്ല. നമ്മൾ നെഗറ്റീവ് ഫീലിംഗ് അടിക്കും, അത് ഫെയിലുവറിലേക്ക് പോകും. അപ്പൊ പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറുക. ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പിന്നെ ഉയർന്ന തലങ്ങളിലേക്ക് പോവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വീട്ടമ്മ ഇപ്പൊ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല, ഒരു മാസം ഞാൻ 5 ലക്ഷം രൂപ നേടണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുതി വെച്ചാൽ മനസ്സ് പറയാം 5 ലക്ഷം എന്നെ കൊണ്ട് പറ്റുമോ? അവിടെ ഡൗട്ട് വരും. അതിനെക്കാട്ടി എനിക്ക് ആദ്യം ഒരു 10,000 രൂപ നേടണം. 10,000 രൂപയിൽ എത്തുമ്പോ 20,000 രൂപയാക്കണം, പിന്നെ 50,000 ആക്കണം, 1 ലക്ഷം. പതുക്കെ ഉയർന്നു വരണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കുക. അതിന് വേണ്ടുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുക. നമ്മളെ തന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ചാലഞ്ചസ് വരും, പല തരത്തിലുള്ള പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാവർക്കും ഈസി ആയിട്ട് സക്സസ്ഫുൾ ആയിക്കൂടെ? ഇപ്പൊ എല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ചാലഞ്ചസ് വരും. ചിലർ ചാലഞ്ചസിന് മുമ്പിൽ പേടിച്ച് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകും. ചാലഞ്ചസിനോടൊക്കെ പുറപ്പോയി പണി നോക്കാൻ, അവിടെ തോറ്റു കൊടുക്കാൻ നമുക്കൊരു മനസ്സില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ തീരുമാനിക്കുക, എനിക്ക് തോറ്റു കൊടുക്കാൻ ഇപ്പൊ മനസ്സില്ല. സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ഹെൽത്ത് ബ്ലസ്സിംഗ് വന്ന് ഇനി മുമ്പോട്ടില്ല, സകല ഡോക്ടേഴ്സും ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്റെ മനസ്സ് അവിടെ തളർന്നിരിക്കുകയല്ല ചെയ്തു. ഞാൻ തീരുമാനിച്ചു, എനിക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല. എനിക്ക് എങ്ങനെയും വിജയിക്കണം. എനിക്ക് എങ്ങനെയും ആ ഒരു ക്രോണിക് പെയിനിൽ നിന്ന് എനിക്ക് മറികടന്ന് എനിക്ക് വിജയിച്ചിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, നോക്ക് ഇതിന്നൊക്കെ മറികടന്ന് ഇന്ന് ഞാൻ ഇതിൽ ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്കും പറ്റുമെന്ന് എനിക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണം എന്ന് ഞാൻ അന്നെടുത്ത ഒരു തീരുമാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. അപ്പോ എപ്പോഴും സന്തോഷമായിരിക്കുക, എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി കാത്തു സൂക്ഷിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, എല്ലാവരും അൺകണ്ടീഷണലി സ്നേഹിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ ഇനിയുള്ള എത്ര ദിവസമാണെന്ന് നമുക്കറിയില്ല. അത്രയും ദിവസം നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനും, നമ്മളെ വേദനിപ്പിക്കുന്നവരെയും വിഷമിപ്പിക്കുന്നവരെയും എല്ലാവർക്കും ക്ഷമിച്ചു കൊടുത്തു, പുറത്തു കൊടുത്തു, നമ്മുടെ വീടിനെയൊക്കെ ഒരു സ്വർഗമാക്കി സന്തോഷമാക്കി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് പോകുന്ന ആ ദിവസം ഞാൻ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട് നമുക്ക് കഴിയണം. അല്ലാതെ
കുറെ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് പോവാനല്ല. ടീച്ചർ എല്ലാ സൺഡേസിലും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് തരും. കണക്റ്റഡ് ആയിരിക്കാം നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്തവർ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിന്റെ താഴെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിലൂടെ കയറുക, നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, ഡെയിലി ടീച്ചർ രാവിലെ മോട്ടിവേഷൻ തരും, അതുപോലെ പറ്റുമ്പോഴൊക്കെ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരും. എല്ലാവരും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയണം. ഇതൊന്നും ആരുടെയും കുത്തകയൊന്നുമല്ല, എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ കൃത്യമായിട്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. യെസ്, ഗായത്രി എന്നാണ് റൈസ് ആൻഡ് ഓപ്ഷൻ ഒക്കെ ഇട്ടിരിക്കുന്നത്. ഹേബ പറയൂ. ഓഫീസിലാണോ? എന്താണ് റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടേക്കുന്നത്? പറയൂ. ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ് അല്ലെ. 445 പേരുണ്ട് ഇപ്പൊ നമ്മളോടൊപ്പം. എല്ലാവർക്കും യെസ്. ഹേബ പറയൂ. ടീച്ചറെ ഡ്യൂട്ടിയിലാണേ, അതാണ് ആ, ഓണാക്കാത്ത ഓക്കെ, വീഡിയോ. പറയൂ മക്കളെ. ടീച്ചറെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞു കൊടുക്കണോ മോന്റെ കാര്യം പറഞ്ഞു കൊടുക്കണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കി രണ്ടും പറഞ്ഞോളൂ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചറിന് എന്നെ നല്ലപോലെ അറിയാം. ഞാൻ ഏത് അവസ്ഥയിൽ നിന്ന് ഇപ്പം ഏത് നിലയിലാണ് വന്ന് നിൽക്കുന്നതെന്ന്. ഇപ്പം ഞാൻ എന്താ പറയാ ടീച്ചറെ, ഒരു കാര്യമൊന്നും ഇല്ലാതെയും ഫുൾ ടൈം ഹാപ്പിയാ. ഹാപ്പിയാണ്. അതായത് ഹേബ എന്താ ഞാൻ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലെ ടീച്ചറിന്റെ 1 to 1 വരുന്നത്. അത് ഒരു പേഴ്സണൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും അത്രയ്ക്കും വിഷമത്തിലൂടെ ആ കുഞ്ഞ് കടന്നു പോകാറുണ്ട്. ഇനി എന്താണ് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ ഫുൾ ടൈം ഹാപ്പിയാണ്, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇനി എന്ത് ഞാൻ ചെയ്യും ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമായിരുന്നു എപ്പോഴും എന്റെ മുന്നിൽ. ഞാൻ ടീച്ചറുടെ ക്ലാസ് യൂട്യൂബിലൂടെ കാണുന്നത്. പക്ഷെ ആ ഒരൊറ്റ ഏതോ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പൊ തന്നെ ഞാൻ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കേറും എന്ന് പറഞ്ഞ ടീച്ചറെ ക്ലാസ്സിൽ കയറി. ജനുവരി മുതൽ ഇപ്പൊ വരയ്ക്ക് ഞാൻ ടീച്ചറെ ക്ലാസ്സിൽ പൊക്കോണ്ടിരിക്കുക. എനിക്ക് വന്ന മാറ്റം എന്താന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ മാറി. ഞാൻ ഒരുപാട് നേടി. എന്റെ സ്ക്രിപ്റ്റ് വരെ ഞാൻ ഇന്നലെ മാറ്റി എഴുതി. കാരണം ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ എല്ലാം നേടി. ടീച്ചർ എന്നോട് വായിക്കാൻ പറയുമ്പോ ഞാൻ അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. പഴയതെല്ലാം നേടിക്കഴിഞ്ഞു, പുതിയത് എഴുതുകയാണ്. യെസ്, വെരി ഗുഡ്. ടീച്ചറെ എന്ന് വെച്ചാല് UAE-ന്ന് ഒരു ഫസ്റ്റ് ഒരാൾക്ക്, അതൊരു ലേഡിയായ ഒരാൾക്ക്, ഇത്രയും ട്രോമാസും ഒക്കെ കിടന്ന ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ഇതിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ കാര്യമോ. അത്രയും ഒരു കോൺഫിഡൻസ് ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത് എല്ലാരും ഒരു ഞാൻ കൺഗ്രാജുലേഷൻ നേടിയെടുത്തു. ചാറ്റിലിടൂ. ഹേബ, വെരി ഗുഡ്. കാര്യം ജീവിതത്തിൽ ഒറ്റപ്പെട്ട അതുപോലെ ഇത്രയും വിഷമിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ നമ്മുടെ 9 PM ക്ലാസ് മെമ്പർ ആണ്. ആളിപ്പോ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്ത് അത്രയും സന്തോഷത്തിലേക്ക് എത്തി. കൺഗ്രാജുലേഷൻ. അതെ, ടീച്ചർ ഓരോ ഗോൾ എഴുതി വെക്കാൻ പറയുമ്പോഴും അന്നൊക്കെ മുമ്പൊക്കെ നമുക്ക് എനിക്ക് അവിടെ പോണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ഒരു ഗോൾ എഴുതി വെക്കാൻ ടീച്ചർ പറയുമ്പോ ടീച്ചർ പറയാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുത് എന്ന് പറയുമ്പോ നമ്മൾ അതെല്ലാം എഴുതിയിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോ എനിക്ക് ഇതൊക്കെ നേടണം, ഞാൻ ഇതൊക്കെ നേടും എന്നൊരു പ്ലാൻ വന്നു അതിനുവേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും പണ്ടൊക്കെ എനിക്കെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ഞാൻ പഠിക്കും, ഇതിനകത്ത് ഞാൻ എന്താ പഠിച്ചേ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് പഠിച്ചേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഒരിക്കലും ഞാൻ താഴ്ന്നു പോത്തേയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഞാൻ അതൊന്നും ഞാൻ ഇതിലേക്കൊന്നും പോവാതെ ഇതിനെ ഞാൻ ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരും എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. പുത്രൻ നമ്മുടെ പിന്നെ ക്ലാസ്സിലുണ്ട്. പുത്രനുണ്ടായ മാറ്റങ്ങൾ പറയൂ. ടീച്ചറെ, അല്ല ഓരോന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഭയങ്കര വലിയൊരു മനസ്സിന്റെ ഉടമയായി, ഒരു ഹാർട്ട് പ്യുവർ ആയി. എന്താ പറയാ ടീച്ചർ, ഈ ലോകത്ത് എനിക്ക് ഒരു മനുഷ്യനോട് ദേഷ്യമില്ല ടീച്ചറെ. എന്നുവെച്ചാ എനിക്ക് സങ്കടം വരുമായിരുന്നു. എന്താ പറയുന്നത്, കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഹാപ്പിനെസ്. അതെ, ആരെങ്കിലും ഒരാളുടെ ആനുവൽ ലീവ് നമുക്ക് വേണ്ടി തരുമോ? ഒരിക്കലും തരത്തില്ല. ടീച്ചർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്ത് ടീച്ചർ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ട് ഞാൻ പോയി ചോദിച്ചു, ആ പയ്യൻ അവന്റെ ആനുവൽ ലീവ് മാറ്റിയിട്ട് എനിക്ക് നീ പോയിട്ട് വന്നിട്ടേ ഞാൻ പോന്നുള്ളൂ പറഞ്ഞു. അങ്ങനെ എന്റെ കൂടെ ഉള്ള കൊളീഗുമായിട്ടും എനിക്ക് കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. അവന് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാ. എന്റെ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്, ഒന്നും മനസ്സിലാവത്തില്ല പക്ഷെ. ഇപ്പൊ ദുബായിലാണല്ലേ? ടീച്ചർ, പിന്നെ മോന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാ. എന്ത് പറഞ്ഞാലും ഒത്തിരി പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് അടുക്കി പറക്കി വെക്കാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം പുറകെ നടക്കണം.
ഇതിപ്പോ അമ്മ പറയുന്നത് ഫുൾ ടൈം അടുക്കി പറക്കലും ഇവൻ തറ വരെ തുടച്ചിടുന്നാ പറയുന്നത്. അമ്മൂമ്മമാർക്ക് നാലാം ക്ലാസ്സിൽ കൊച്ചു പഠിക്കുന്ന മോനാണ്. ടീച്ചർ കുറെ ഗുഡ് ഹാബിറ്റ്സ് അല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറയൂ. അമ്മൂമ്മമാർ ഒരിക്കലും ഒന്നും ചെയ്യിപ്പിക്കത്തില്ലല്ലോ. മോൻ നാട്ടിൽ നിന്ന് വളരുന്നോണ്ട് അതെ ഞാൻ ഇപ്പൊ സ്കൂളിലത്തെ കാര്യം പറഞ്ഞു സ്കൂളിലെ കാര്യമൊന്നും ഞാൻ ചോദിക്കാനേ പോകത്തില്ല. കാരണം സ്കൂളിലെ കാര്യമൊക്കെ പക്കായിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം എല്ലാം ടീച്ചർ നോക്കുന്നുണ്ട്. ടീച്ചറെ അവന്റെ കയ്യിൽ തന്നെ ഞാൻ സ്കൂളിലെ കാര്യം അവനോട് ചോദിക്കത്തില്ല. എല്ലാം ഞാൻ ടീച്ചറുടെ ക്ലാസ് കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. എങ്ങനെ ടീച്ചർ എന്താ പഠിപ്പിച്ചേ എന്ന്. ഈ ഒരു ചെറിയ നമ്മളൊക്കെ ഇത്രയും വർഷം എടുത്ത് ഇങ്ങനെ ഒരു കാര്യം അറിയാൻ, അവരൊക്കെ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ നല്ലൊരു മനസ്സും ഒക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന് അതൊരു വലിയ പഠിക്കുന്നതിലും അതിനെക്കാട്ടിയൊക്കെ ഉപരി ഭയങ്കര അതെ വലിയ നല്ല മിടുക്കനായിട്ട് എല്ലാരെയും സ്നേഹിച്ച് പ്യുവർ ഹാർട്ടായിട്ട് വളരുക എന്ന് യെസ് പറഞ്ഞാൽ അതിൽ പരം വേറെ ഒന്നും വേണ്ട ടീച്ചറെ. തീർച്ചയായിട്ടും യെസ് അതാണ് ഇപ്പം എന്റെ അടുത്ത് കാണിക്കുന്ന അവന് ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്നോട് ക്ഷമയോടെ നിന്ന് വർത്താനം പറയുന്നതാണെങ്കിലും എല്ലാം. ഇന്നലെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു എല്ലാ ചോക്ലേറ്റും കൂടെ എടുത്ത് കഴിക്കല്ലേ എന്ന്. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി 10:30 അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് അമ്മ ഫ്രിഡ്ജില് ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, അതിന്റെ ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചോട്ടെ എന്ന്. അത് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എന്നെ വിളിച്ച് ചോദിക്കുന്ന അതെ കാര്യം ഞാൻ കാണുന്നില്ലല്ലോ ടീച്ചറെ. അതാണ് അതൊക്കെ എനിക്ക് സത്യസന്ധത. ഭയങ്കര സന്തോഷം തോന്നി അല്ലേ? അതൊക്കെ എന്ന് വെച്ചാ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ വെരി പറഞ്ഞു ഗുഡ് നീ ആ മോളെ. ഫുള്ള് കഴിച്ചോ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. താങ്ക് യു മോളെ, താങ്ക് യു സോ അല്ല ടീച്ചർ നമ്മള് സ്കൂള് അല്ല എനിക്ക് പറയണം. കാരണം സ്കൂളിലത്താണെങ്കിലും ഓരോ ആക്ടിവിറ്റീസ് പറയുമ്പോൾ പിള്ളേർ ആ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അതങ്ങ് മടക്കി കളയുക. പിന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല ആക്ടിവിറ്റി എന്താന്ന്. ഇപ്പൊ ടീച്ചറുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് ടേം ആക്ടിവിറ്റി, ലൈഫ് ലോങ് ആക്ടിവിറ്റിയാ. അവരവരുടെ ഗോളാണ് എഴുതി വെക്കുന്നത്. എന്ന് വെച്ചാൽ അതവർക്ക് മാറ്റേണ്ട വരുന്നില്ല. ഡെയിലി അവർ അതിൽ കൂടെ പൊക്കോണ്ടിരിക്കും. അപ്പൊ അവർക്കും അതൊക്കെ അച്ചീവ് ചെയ്യണം, അതൊക്കെ നേടണം എന്നുള്ള ഇതാണ് അവർക്ക്. കുട്ടികൾ നമ്മളൊക്കെ കുഞ്ഞിലെ ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ എവിടെ എത്തിയേനെ ടീച്ചറെ. വെരി ഞാൻ ഗുഡ്. എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനതാ ഉള്ളതെന്ന് വെച്ചാല് ടീച്ചറുടെ കയ്യിൽ നമ്മൾ പിള്ളേരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇത് എല്ലാ അമ്മമാർക്കുള്ള പ്രശ്നമാണ്. പരീക്ഷയാകുമ്പോഴത്തേക്ക് അയ്യോ എന്താവോ എന്തേന്നൊക്കെ. നമ്മള് ടീച്ചറുടെ ക്ലാസ്സിലാക്കിയാൽ പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട, ഒന്നും നമുക്ക് നോക്കണ്ട. അവരവരുടെ കാര്യം ചെയ്തോളും, നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റും, നമ്മൾ ഫ്രീ ആവും. Yes, very good. Thank you, Heba. Thank you for sharing താങ്ക് your യു സോ happy മച്ച് story. ടീച്ചറെ. Thank you. Love you. ഇത്രയൊന്നും അല്ല, ഒരു ദിവസം ഫുള്ളായാലും തീർന്നില്ല, തീരത്തില്ല. എനിക്കറിയാം. Thank you. Love you. Blessings. Yes, Jessie. ഹായ് മാം. Hi. നല്ല ക്ലാസ്. ഇനിയും ഇപ്പൊ അതേ ടീച്ചറെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ത്വര നല്ലോണം കൂടിക്കൊണ്ടിരിക്കുന്നു ക്ലാസ്. ശരിക്കും അത് വേറെ തന്നെ ഒരു ലെവലല്ലേ ടീച്ചറെ. ഇന്നിപ്പോ കുറെ നാളത്തേക്ക് ശേഷം ആദ്യം ഇരുന്നത്. കുറെ നാള് തന്നെ ടീച്ചറെ കൂടെ തന്നെ ഉണ്ടായതാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെസ്സി അല്ലേ? എനിക്ക് ഇന്ന് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മളെ മാനിഫെസ്റ്റേഷനെ കുറച്ച് ഇതാക്കുന്ന കാര്യമാണ് നമ്മളെ മനസ്സിന്റെ ഉള്ളിലെ ബ്ലോക്കുകള്. അപ്പൊ ഞാൻ മാമിന്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ജസ്ന മൈക്ക് മ്യൂട്ട്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു. ജസ്ന പറയും മോളെ. മാമിന്റെ ഫസ്റ്റ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായത്. അപ്പൊ ടീച്ചർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ടീച്ചർക്ക് ഒരുപാട് മാറ്റം നമുക്ക് ക്ലാസ്സിലൂടെ നമ്മുടെ എല്ലാ ദിവസവും ക്ലാസ്സിലുണ്ടാവില്ല. അപ്പം ആ ക്ലാസ് കഴിഞ്ഞിട്ട് ടീച്ചർ പെട്ടെന്ന് ഒരു ഭയങ്കര മാറ്റം ടീച്ചർക്ക് വന്നു. അപ്പോ ടീച്ചറെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റി. അപ്പൊ അതിനുശേഷം മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തു. പക്ഷെ എന്തോ ഒരു പ്രത്യേക ഒരു ഇന്നർ ചൈൽഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫിയർ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, എന്തോ ഒരു ഫിയർ എനിക്ക് എന്തെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എത്ര നോക്കിയാലും എന്തെന്നൊന്നും മനസ്സിലാവില്ല. കുട്ടിക്കാലത്തേറ്റ് എന്തോ ഒരു ഫിയർ. അപ്പൊ ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് പിന്നെ എന്റെ ഇപ്പം ലൈവായിട്ട് വേറെ കാര്യത്തിലാണ് ഫിയർ. പക്ഷെ അതിന്റെ കാരണം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു കാര്യത്തിന് ഫിയർ വലുതായതിനു ശേഷം. അപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് മാമ് ചെറുപ്പത്തിലുള്ള നമ്മളെ കൊണ്ടുവന്ന് ആ ചെറിയ ഉണ്ടല്ലോ കുറെ പ്രോസസ്
ആ സമയത്താണ് എന്താണ് അതിന്റെ റൂട്ട് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചെറിയ കാര്യം ചെറുപ്പത്തിലുള്ള നമുക്ക് വലുതായിട്ട് തോന്നിയത്, ഇപ്പൊ ആലോചിക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ അത് വലിയൊരു പേടിച്ചിട്ടുള്ളൊരവസ്ഥ. അത് എന്റെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്റെ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷനും എന്റെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് എല്ലാം ഒഴിവാക്കി പുതിയ സ്ക്രിപ്റ്റ് ആവേണ്ട അവസ്ഥയിലേക്ക് വന്നു ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഒരു ബ്ലോക്ക്, വേറെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ മാനിഫെസ്റ്റേഷനെ അത് തടസ്സാണ്. നമ്മുടെ ഫിയർ അല്ല, നമ്മളെ വൈബ്രേഷൻ ലോ ആക്കുന്ന സംഭവമല്ല നമ്മളകത്ത്. അപ്പൊ ആ ഫിയർ മാറ്റി ഭയങ്കര ധൈര്യവും ഹാപ്പിയെല്ലാം വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി എന്റെ അതിനുശേഷമാണ് പെട്ടെന്ന് എന്റെ കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ കുറച്ച് സംഭവിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടുണ്ടായി. പക്ഷെ ഗവൺമെന്റ് ജോബ് മാനിഫെസ്റ്റ് ചെയ്തു അല്ലേ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയില്ലേ? കിട്ടി. ഏത് പോസ്റ്റ് ആണ്? ജനറൽ എഡ്യൂക്കേഷനില് DCAയില് ഓഫീസ് അറ്റൻഡർ ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ഒരുപാട് സക്സസ് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം അതൊക്കെ പിന്നെ അന്നേരം തന്നെ ക്ലാസ്സിൽ ഇരുന്ന് ലൈവായിട്ട് ഒരു മാസം കൊണ്ട് തന്നെ സംഭവിച്ചു. വെരി ഗുഡ്. ഒരു മാസത്തിനുള്ളിൽ. അപ്പൊ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഫിയർ ഇപ്പൊ കംപ്ലീറ്റ് മാറി ജെസ്സി? ആ ഒരു വിഷയം മാറി. പക്ഷെ ഇപ്പൊ ഞാൻ എപ്പോഴും പുതിയ നമുക്ക് മനസ്സിലാവല്ലോ എന്തോ ഒന്ന് ഇങ്ങനെ ഫിയർ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ ഹീലിംഗ് വേണം തോന്നുമ്പോ മാം പറഞ്ഞു ഹീലിംഗ് ചെയ്തോണ്ടിരിക്കും. അതിനെ കൊണ്ട് സംഭവിക്കുന്നത് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഭയങ്കര നമ്മുടെ ലൈഫിൽ. വെരി ഗുഡ്. ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ചില ഓക്കെ മാം. Okay, thank you for sharing your happiness. Yes. Swapna ma'am. ടീച്ചർ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ടീച്ചർ. സൺഡേ ഞാൻ ഒരു വർഷമായി ടീച്ചറിന്റെ കൂടെ. അല്ലല്ല, ഇന്ന് അമ്പലി ഉണ്ട് അവിടെ. എനിക്ക് ഇവിടെ ഒരു പൂജയുണ്ട്, ഈ സൂര്യ ഭഗവാന്റെ പൂജ. അപ്പൊ അതിന് പോണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ ഞാൻ ടീച്ചറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമായി. ഞാനൊരു എല്ലാവരോടും ഞാനത് പറഞ്ഞോട്ടെ. ടീച്ചർ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വപ്ന മാമിന്റെ ആണ്. കോട്ടയത്ത് വൈക്കത്ത് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. മാം നമ്മുടെ BA ബില്ലനർ വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങിയതാണ്. അപ്പൊ എല്ലാവരും ചാറ്റ് ബോക്സിൽ മാമിന് ബ്ലെസ്സിങ്സ് കൊടുക്കും. യെസ്, പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഒരു വലിയ ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ടീച്ചറിനെ യൂട്യൂബിൽ കണ്ട്, അങ്ങനെയാണ് ഞാനിപ്പോ ഇതിലേക്ക് വന്നതും. ഒരു സിൽവർ മെമ്പർ കൂടിയാണ്. എപ്പോഴും ടീച്ചറിന്റെ കൂടെ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നെല്ലാം മാറി. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇപ്പൊ ഹെബ പറഞ്ഞതുപോലെ എനിക്കിപ്പോ മാറ്റി എഴുതേണ്ട ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആയി. ഇപ്പൊ ടീച്ചറ് എന്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് അത് എന്താ പറയാ മുന്നോട്ട് കൺസിസ്റ്റൻസിയോടുകൂടി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ലൈഫ് ലോങ് ടീച്ചറിന്റെ കൂടെ തന്നെ നിൽക്കണം തന്നെയുള്ള തീരുമാനമാണ്. അതുപോലെ ടീച്ചർ മുമ്പിൽ ഒരു എന്താ പറയാ വഴികാട്ടിയായിട്ട് മുമ്പിൽ ഉള്ളപ്പോ പിന്നെ ഒരു പേടിയും വേണ്ട, ധൈര്യപൂർവ്വം. കൺഗ്രാജുലേഷൻസ്. ഈയിടയ്ക്ക് ലൈസൻസ് മാനിഫെസ്റ്റ് ചെയ്തു അല്ലേ? ഇതാണ് പിന്നെ ഇതാണ് ലേണേഴ്സ് ആണ് കിട്ടിയത്. ഇനി പോവാൻ സമയം കുറച്ച് തിരക്ക് വന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോ അടുത്തത് അതാണ്, അടുത്ത ആഴ്ച മുതൽ പോകണം. പെട്ടെന്ന് കിട്ടട്ടെ, ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ കഴിയട്ടെ. കോൺഫിഡൻസ് കൂടി. താങ്ക് യു. ബിൻസി സലോജ്, എന്താണ് സുന്ദരി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ഹാപ്പിനെസ് ഷെയർ ചെയ്യാനാണോ? പറയൂ. എന്താണ് നമ്മുടെ ഹാപ്പിനെസ് ക്ലബിലെ സുന്ദരി? പറയൂ ബിൻസി സലോജ്, പറയൂ. ടീച്ചറിന്റെ ക്ലാസ്സിൽ കേറിയിട്ട് ഇപ്പൊ 7 മാസത്തോളായി. ഞാൻ എപ്പോഴും ചിരിച്ചിട്ടാണ് നടക്കുന്നത്. ഹസ്ബൻഡ് ഞാൻ ചിരിക്കുന്നില്ല, അത് തോന്നണതാന്ന് പറഞ്ഞു. പക്ഷെ നീ ചിരിച്ചിട്ടാ നടക്കണെന്ന് പറയുന്നത്. അറിയാതൊക്കെ ചിരി വരും. ദിവസേന കാണുന്ന എന്റെ മുഖത്തല്ലേ.
ശരിക്കും നമ്മളെ ഭാര്യമാര് അങ്ങനെ ഭയങ്കര ചിരിച്ച മുഖത്തോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നടക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് എന്തൊരു സന്തോഷം എന്ന് പറയാം. അവർക്ക് നമ്മള് മാനത്ത് അമ്പിളിയമ്മാവനെ പിടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാര്യമാരിങ്ങനെ മുഖം വീർപ്പിച്ച് ഭയങ്കര ഇതായിട്ട് നടക്കുമ്പോൾ അവർക്ക് ഒരു വിഷമമാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. എല്ലാ ഭാര്യമാരും ഇപ്പൊ ഭർത്താക്കന്മാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. യെസ്, പറയൂ മാം. പിന്നെ അമ്മായിമ്മ ഇപ്പൊ പറയണു ബിൻസിനെ എന്താ ഭംഗി വെച്ച് ഇങ്ങനെ വരുന്നെന്ന് ഓ, ബിൻസിക്ക് പണിക്കാരിയോട് പറയുന്നു. വരുന്ന അവിടെ എന്തൊരു ഭംഗിയ വെച്ച് വരുന്നത്, ഇത് എന്താ അത് എന്നൊക്കെ ചോദിക്കുന്നു പണിക്കാരിയോട്. അത് ശരി. അമ്മായിമാരൊക്കെ അവര് അപ്രീസിയേഷൻ തരാന്ന് വെച്ചാൽ കൊച്ചു കാര്യമല്ല. വെരി ഗുഡ്. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. വീട്ടിലെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോണം. വീടൊരു സ്വർഗമായി മാറിയല്ലേ ടീച്ചർ പറയുന്ന പോലെ. വെരി ഗുഡ്. നമ്മള് ചില കാര്യങ്ങളൊന്നും നമുക്ക് കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കാം. ഓ, ചില കാര്യങ്ങളൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തരുമ്പോ അതൊക്കെ നമ്മള് അപ്ലൈ ചെയ്യാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. യെസ്, കുട്ടികളോടായാലും സംസാരിക്കുമ്പോ അങ്ങനെ ഒക്കെ അതൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഫോർ ഷെയറിംഗ്. യുവർ എ പ്യുവർ സോൾ. ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ഒരു മനസ്സ് വന്നല്ലോ. ഇങ്ങോട്ട് വന്ന് റൈസ് ഹാൻഡ് ഓപ്ഷൻ ഇട്ടിട്ട് ഇത് പറയണമെന്ന് പറയാൻ നിങ്ങൾ പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. ബിന്ദു MD എന്താണ് റൈസ് ഹാൻഡ് ഓപ്ഷൻ ഇട്ടേക്കുന്നത്? ഓ, ആരാണ്? റീത്ത, പറയൂ. ടീച്ചറെ, ഞാൻ ടീച്ചറുടെ 88ാമത്തെ വാട്സപ്പ് ക്ലാസ്സിലായിരുന്നു ഉണ്ടായത്. ഞാൻ ആദ്യം തന്നെ എന്റെ മോന്റെ കല്യാണം റെഡി ആയില്ല, അതിനാണ് മാനിഫെസ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നെ 55 എഴുതിയിട്ടുണ്ടായിരുന്നു. 555. ഇപ്പോഴും റെഡി ആയിട്ടില്ല. യെസ്, അപ്പൊ അത് വീണ്ടും റിസൾട്ട് കിട്ടുന്നിടം വരെയും നമ്മൾ അത് ഒന്നുകിൽ നമ്മൾ എഴുതിയിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു വിശ്വാസത്തോടെ നടന്നു കഴിഞ്ഞ ആ ഒരു വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. യെസ്, മുബീന പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ആരും മൈക്ക് ഓപ്പൺ ആക്കിയിട്ടില്ല. ബഹളം. മുബീന എന്താണ് മുബീന? ടീച്ചർ, എന്റെ ഹസ്ബൻഡ് പറയാണ്, ഇപ്പൊ കുറച്ച് നാളായിട്ടും ഇപ്പൊ ഒരു 3 മാസമായിട്ട് നീ ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ, പരാതി ഒന്നും പറയുന്നില്ല. മറ്റേത് നീ അല്ല എപ്പോഴും പറയും, രാവിലെ എഴുന്നേറ്റ് ഉടനെ ഞാൻ ഫോൺ വിളിച്ചു, ദുബായില, ഫോൺ വിളിച്ചിട്ട് പറയും, എനിക്ക് തലവേദനിക്കുന്നു, കാല് വേദനിക്കുന്നു. ഇതെല്ലാം തമ്മിൽ ഇന്റർകണക്റ്റഡ്. മനസ്സ് ശരിയല്ല, ഇല്ലാത്ത വേദന മൊത്തം വരും. അപ്പം ഇപ്പൊ നീ 3 മാസമായിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ, എന്താ നിനക്ക് പറ്റും? വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ഹാപ്പി എന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പ്രേയേഴ്സിലൊക്കെ ഭയങ്കര എന്താ പറയാ കോൺസെൻട്രേഷൻ ആണ്. വേറെ ഒരു കാര്യത്തോട് ശ്രദ്ധ പോകത്തില്ല. പ്രെയർ ഒക്കെ കംപ്ലീറ്റ് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. താങ്ക് യു ടീച്ചർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.